ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 108. നീ പണമുണ്ടാക്കാനല്ലേ പോകുന്നത്. ഭാഗം 108. നീ പണമുണ്ടാക്കാനല്ലേ പോകുന്നത് ഇവിടെ ആരംഭിക്കുന്നു. ചെമ്പഴന്തിയിലെ വിളയിൽ വിളാകത്ത് കുടുംബത്തിലെ ഒരംഗമായിരുന്നു പി വാസുദേവൻ. വാസുദേവൻ്റെ അച്ഛൻ്റെ അമ്മയും ഗുരുദേവൻ്റെ പിതാവായ മാടനാശാൻ്റെ അമ്മയും സഹോദരിമാരായിരുന്നു. ഗുരുദേവൻ ചെമ്പഴന്തിയിൽ വന്നാൽ മിക്കപ്പോഴും വിളാകത്ത് നാരായണൻ്റെ ഭവനത്തിലെത്തി വിശ്രമിക്കുക പതിവായിരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ വാസുദേവൻ പലപ്പോഴും അവിടെ എത്തി ഗുരുദേവനെ കാണുമായിരുന്നു. 7ാം ക്ലാസ് ജയിച്ച ശേഷം ചില ജോലികൾക്കെല്ലാം വാസുദേവൻ ശ്രമിച്ചു. ചിലതൊക്കെ കിട്ടുകയും ചെയ്തു. പക്ഷേ അവയൊന്നും വേണ്ടത്ര സംതൃപ്തി നൽകുന്നതായിരുന്നില്ല. ഒടുവിൽ ഒരു ബന്ധുവിൻ്റെ സഹായത്തോടെ സിംഗപ്പൂരിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. യാത്രാരേഖകളൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗുരുദേവനെ കണ്ട് യാത്ര ചോദിക്കുന്നതിനായി ഒരു ദിവസം വാസുദേവൻ ശിവഗിരിയിലേക്ക് പോയി. ഗുരുദേവൻ അപ്പോൾ ശിവഗിരിയിലുണ്ടായിരുന്നു. വാസുദേവൻ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച് നിവർന്നപ്പോൾ ഗുരുദേവൻ സ്നേഹവാത്സല്യങ്ങളോടെ ചോദിച്ചു, കയ്യിൽ പണമുണ്ടോ? ഉണ്ട്, വാസുദേവൻ മറുപടി പറഞ്ഞു. അപ്പോൾ ഗുരുദേവൻ 5 രൂപയുടെ ഒരൊറ്റ നോട്ടെടുത്ത് വാസുദേവന് കൊടുത്തു. പണം വാങ്ങിയ വാസുദേവൻ ഉടനെ തൻ്റെ കീശയിൽ നിന്നും മറ്റൊരു 5 രൂപ നോട്ടെടുത്ത് ഗുരുദേവന് മുന്നിൽ കാണിക്കയായി സമർപ്പിച്ചു. അത് കണ്ടിട്ട് തൃപ്പാദങ്ങൾ ചോദിച്ചു, നീ പണമുണ്ടാക്കാനല്ലേ പോകുന്നത്? വാസുദേവൻ അതിനുത്തരം പറയാതെ തൊഴുതിട്ട് ചെമ്പഴന്തിയിലേക്ക് മടങ്ങി. നിശ്ചയിച്ച ദിവസം തന്നെ വാസുദേവൻ സിംഗപ്പൂരിലേക്ക് യാത്രയായി. പക്ഷേ ആഗ്രഹിച്ചതുപോലെ അധികകാലം അവിടെ ജോലിയിൽ തുടരാനായില്ല. അപ്രതീക്ഷിതമായി വാസുദേവന് നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോരേണ്ടി വന്നു. ആ യാത്ര കൊണ്ട് വാസുദേവന് യാതൊന്നും സമ്പാദിക്കുവാനായില്ല. ഗുരുദേവൻ കൈനീട്ടമായി നൽകിയ പണത്തിന് തുല്യം അപ്പോൾ തന്നെ കാണിക്കയുടെ രൂപത്തിൽ മടക്കിക്കൊടുത്തതിലുണ്ടായ ഗുരുത്വദോഷമാവാം ഇങ്ങനെയൊക്കെ വന്നു ചേരാൻ കാരണമായതെന്ന് വാസുദേവൻ ചിന്തിച്ച് വിഷമിച്ചു. ശ്രുതജനമാനസ പത്മവിഹാര ശ്രീനാരായണ ഗുരുദേവ, ശ്രീനാരായണ ഗുരുദേവ, ശ്രുതജനമാനസ പത്മവിഹാര ശ്രീനാരായണ ഗുരുദേവ. ശിരസു നമിച്ചു ഞാൻ തൊഴുന്നേൻ പാവന ശിവഗിരി ചൂടിയ പാദങ്ങൾ, ശിവഗിരി ചൂടിയ പാദങ്ങൾ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 108. നീ പണമുണ്ടാക്കാനല്ലേ പോകുന്നത് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.